എന്താ അവിടെ ഇരിക്കണേ? ഇത് ഇരിക്കുക. വെറുതെ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നതാ. എത്ര മാത്രം ആലോചിക്കാപ്പം എന്തേത്താ ഉള്ളേ? പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്ന. ഞാനൊരു അനാഥനായി. എന്താ ഇപ്പം നിങ്ങളുടെ അവസ്ഥ? പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. മലയോര പ്രദേശത്തേന് ഞങ്ങൾ താമസിച്ചതിന് കളിച്ച് നടക്കുന്ന സമയത്ത് ഒരു മഴക്കാലത്തേന് പെട്ടെന്ന് ഉരുൾപൊട്ടലുണ്ടായി. അതിൽ വീടും കുടുംബവും ഒക്കെ ഒലിച്ചു പോയി. ഞാൻ അനാഥനായി. പിന്നീട് എൻ്റെ ജീവിതം ഒരു അനാഥമന്ദിരത്തിലായിരുന്നു. അനാഥമന്ദിരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് എനിക്കൊരു മിച്ചഭൂമി കിട്ടിയില്ല. അതിൽ ഞാനൊരു വീടും ഉണ്ടാക്കി. അതിനുശേഷം ഞാനോ കല്യാണം കഴിച്ചു. എവിടുന്ന കല്യാണം കഴിച്ചേ? അടിവാരത്ത് ഞാൻ കല്യാണം കഴിച്ചു. പിന്നെ സന്തോഷമുള്ള ജീവിതമായിരുന്നു. അതിന് 2 മക്കളുമുണ്ട്. ഗൾഫ് പോകാനുള്ളൊരാഗ്രഹം കൊണ്ട് പല ട്രാവൽസിലും കയറിറങ്ങി. അങ്ങനെ ഒരു വിസ കിട്ടി. അങ്ങനെ ഒരു ജൂലൈയിൽ ഞാൻ ഗൾഫിലേക്കായിട്ട് പോയി. 2 കൊല്ലം കൂടുന്നേരം ഒരു മാസത്തെ ലീവ് കിട്ടും. അതിൽ ഞാൻ നാട്ടിൽ വരും. നാട്ടിൽ വന്നാലാണ് പെണ്ണുങ്ങൾ പറയുന്നത് പഴയ വീട്ടിലെ സൗകര്യങ്ങളൊന്നും പോരാ, വേറൊരു വീട് എടുക്കാമെന്ന്. ഞങ്ങൾ വീട് വിറ്റ്. പെട്ടെന്ന് ഞങ്ങൾക്കൊരു വീട് കിട്ടില്ല. അപ്പോഴേക്കും എൻ്റെ ഒരു ലീവ് കഴിഞ്ഞിന് ഞാൻ ഗൾഫിലേക്കും പോയി. ഗൾഫിലൊക്കെ എത്തിയാൽ പിന്നെ പെണ്ണുങ്ങൾ വിളിച്ച് വീട് ശരിയാക്കിയെന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ എടുത്തോളാൻ പറഞ്ഞ് വീടിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്ന് അതൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ പിന്നെ എടുത്തോളാൻ പറഞ്ഞു. വിറ്റ് പൈസ തികഞ്ഞില്ല. പിന്നെ കുറച്ച് പൈസ ഞാൻ അയച്ചു കൊടുത്ത്. എവിടെയാണ് എന്നിട്ട് വീടെടുത്ത്? നാരൂരിനടുത്ത്. കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ സുഖമില്ലാതായി. പിന്നെ നാട്ടിലും കൂടെ പോന്നു. നാട്ടിൽ വന്നാരെ പല പല പ്രശ്നങ്ങൾ. സുഖമില്ലാത്തതെന്ന് പറഞ്ഞിട്ടൊന്നും ഓർക്ക് മനസ്സിലാകുന്നില്ല. പെണ്ണുങ്ങളും മക്കളും വീട്ടിൽ നിന്ന് ഒരു സ്വൈര്യവും തരുന്നില്ല. അങ്ങനെ അവസാനം വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന്. അത് പറ്റിയ അബദ്ധം നിങ്ങളുടെ സ്വത്ത് പെണ്ണുങ്ങളെ പേരിലായതാ. ഒരിക്കലും നമ്മളെ സ്വത്ത് ആർക്കും എഴുതി കൊടുക്കരുത്. കാലശേഷം ഒരെടുത്തോട്ടെ. ഇവിടെ പോവാം.